ഹായ് കൂട്ടുകാരെ, ഇന്ന് നാം ചിന്തിക്കുന്ന ചിന്താവിഷയം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് പങ്കുവയ്ക്കുന്നത് 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ വചനത്തിൻ്റെ അർത്ഥം, ദൈവത്തെ കാണണമെങ്കിൽ നമുക്ക് ശുദ്ധിയുള്ള ഹൃദയം വേണമെന്നാണ്. നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളത് അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നതല്ല. നമ്മുടെ ബാഹ്യ കണ്ണുകൊണ്ട് നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നതേ അല്ല. നമുക്ക് പുറമേ കണ്ണുള്ളതുപോലെ തന്നെ അകമേയും കണ്ണുണ്ട്. പുറത്തെ മനുഷ്യനുമുണ്ട്, അകമേയുള്ള മനുഷ്യനുമുണ്ട്. ഹൃദയം എന്നുള്ള വാക്ക് അകത്തെ മനുഷ്യനെ സൂചിപ്പിക്കുന്നു. പുറത്തെ മനുഷ്യനെന്ന് പറയുന്നത് ജഡമാണ്. പുറത്തെ മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. അകത്തെ മനുഷ്യൻ്റെ കണ്ണിനെ ഹൃദയദൃഷ്ടി എന്ന് പറയുന്നു. എഫേസ്യ ലേഖനം 1:17 വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. അതിങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ്. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച് നിലനിർത്തുന്ന മഹാദൈവത്തെ നമുക്ക് ബാഹ്യ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നതല്ല. ഭൂമിയിലുള്ള വെള്ളത്തെയെല്ലാം ഉള്ളം കൈയിലെടുക്കുന്നവൻ, ആകാശത്തെ ചാണുകൊണ്ട് അളക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ ഒരു നാഴിയിൽ നിറയ്ക്കുന്നവൻ, പർവ്വതങ്ങളെയും കുന്നുകളെയും തുലാസിൽ വെച്ച് തൂക്കുന്നവൻ, ഈ ദൈവത്തെ നമുക്ക് ഒരിക്കലും ബാഹ്യ കണ്ണുകൊണ്ട് കാണുവാൻ പറ്റുന്നതേ അല്ല. അതിന് നാം ഹൃദയത്തിൻ്റെ കണ്ണു തന്നെ ഉപയോഗിക്കണം. നമ്മുടെ ഹൃദയം ശുദ്ധിയാണെങ്കിൽ മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. നമ്മുടെ ഹൃദയം മലിനമായിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. ഹൃദയത്തെ ശുദ്ധമാക്കിയാലേ അതിന് കഴിയുകയുള്ളൂ. യിരെമ്യാവ് 17:9 വചനത്തിൽ ഇങ്ങനെ കാണുന്നു: ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവർ ആർ? ഹൃദയത്തിലാണ് ദുഷ്ടതയെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധമാക്കിയാൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് എങ്ങനെ ഹൃദയത്തെ ശുദ്ധമാക്കാം? നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. 1 യോഹന്നാൻ 1:7 അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുവാൻ കഴിയുകയുള്ളൂ. സാധാരണ പലരും ചിന്തിക്കുന്നത്, എൻ്റെ പാപം എല്ലാം ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയുമോ എന്നാണ്. എന്നാൽ ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ സകല പാപവും ക്ഷമിക്കുവാൻ കഴിയുന്നു. വചനം ഇങ്ങനെ കാണുന്നു: നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്നാണ്. നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവിടെ യേശുക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കണം. യേശുക്രിസ്തുവിന് സ്ഥിരമായി വസിക്കുവാൻ നമ്മുടെ ഹൃദയം കൊടുക്കണം. 2 കൊരിന്ത്യർ 11:3 വാക്യത്തിൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ, ദൈവമക്കൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ചിന്ത യേശുക്രിസ്തു എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നടന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നത് കാണുവാൻ കഴിയും. ചില ബുദ്ധിയുപദേശങ്ങൾ നമുക്ക് ലഭിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സഹായങ്ങൾ ലഭിക്കുകയുണ്ടാകും. നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നത് അറിയുവാൻ സാധിക്കും. നമ്മൾ ഈ ലോക ജീവിതത്തിൽ ഭാരപ്പെടുന്ന പല വിഷയങ്ങൾക്കും വിടുതൽ ലഭിക്കുവാൻ ഇടയായി തീരും. ഇന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് അകത്തെ കണ്ണുകൾ കൊണ്ടാണ് കാണുന്നതെങ്കിൽ സമീപഭാവിയിൽ കർത്താവ് വന്ന് നമ്മെ ചേർക്കുകയും
എപ്പോഴും നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുവാനും ആ മുഖം കണ്ട് കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനോടുകൂടെ വസിക്കുകയും ചെയ്യുവാൻ കഴിയും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ഹൃദയ കണ്ണുകൊണ്ടും പിന്നീട് ഈ ബാഹ്യ കണ്ണുകൾ കൊണ്ടും കാണുവാൻ കഴിയും. അതിനുവേണ്ടി നമുക്കും ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.